നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തു വന്നപ്പോഴേക്കും ഏക സിവിൽ കോഡ് എന്ന വലിയ മുദ്രാവാക്യവുമായി കളം നിറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും. മതങ്ങളുടെ സിവിൽ നിയമങ്ങൾ ഒഴിവാക്കി രാജ്യത്ത് എല്ലാവർക്കുമായി ഒരു നിയമം കൊണ്ടുവരുമെന്നാണ് പ്രഖ്യാപനം. ശരി, എങ്കിൽ പറയൂ, എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ഡസൻ ആദിവാസി ഗോത്രങ്ങളും പിന്നെയും പല മടങ്ങ് ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, മുസ്ലിം വിഭാഗങ്ങളും നഖശിഖാന്തം വിയോജിക്കുന്ന ഏക സിവിൽ കോഡ് ഒറ്റയടിക്ക് നടപ്പാക്കുമോ മോദി? ഹിന്ദു സ്വത്തവകാശ നിയമവും കൂട്ടുകുടുംബ നികുതി നിയമവുമെല്ലാം എടുത്തെറിയുമോ നരേന്ദ്രമോദി? ഈ ചോദ്യത്തിനൊന്നും BJP ഇപ്പോഴും ഉത്തരം പറയുന്നില്ല. മുത്തലാഖ് നിരോധനത്തിനു ശേഷം വീണ്ടും ഒരു വിപ്ലവം എന്ന നിലയ്ക്കാണ് മോദി ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമായി പെയിൻ്റ് അടിക്കാനാണ് മോദി നോക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രചാരണായുധം മാത്രമാക്കി ഇതിനെ ചുരുക്കി ഒതുക്കി നിർത്താനാണ് BJPയുടെ പ്ലാൻ. ഉള്ളിലേക്ക് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് മോദിക്കും BJPക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡ് എന്ന ആശയത്തിലേക്ക് BJPക്ക് ഒരിക്കലും സത്യസന്ധമായി സഞ്ചരിക്കാനാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കുതന്ത്രത്തോട് മത നേതൃത്വങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടുമെന്നതാണ് പ്രധാന ചോദ്യം. 2018 രാജ്യത്തെ നിയമ കമ്മീഷൻ തന്നെ തള്ളിക്കളഞ്ഞ ആശയമാണ് ഏകീകൃത സിവിൽ കോഡ്. അനാവശ്യവും അനുഗുണമല്ലാത്തതുമെന്നാണ് നിയമ കമ്മീഷൻ സിവിൽ കോഡിനെ വിളിച്ചത്. ഇന്ത്യയെപ്പോലെ സങ്കീർണമായൊരു സാമൂഹ്യ ഘടനയുള്ള രാജ്യത്ത് ഏക സിവിൽ കോഡ് ഒരു നിലയ്ക്കും നടപ്പാക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് നിയമ കമ്മീഷൻ തെളിച്ചു പറയുന്നുണ്ട്. ലോകമെങ്ങുമുള്ള രാജ്യങ്ങൾ ബഹുസ്വരതയെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പുതിയ കാലത്ത് സകലതും കൂട്ടിച്ചേർത്തൊന്നാക്കുക എന്ന ആശയം അപക്വവും അപകടകരവുമാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിയമങ്ങളിലെ വ്യത്യസ്തതകളെ വിവേചനമായി കാണുന്നതിന് പകരം ജനാധിപത്യത്തിൻ്റെ ആരോഗ്യവും കരുത്തുമായി അതിനെ കാണണം എന്നായിരുന്നു പാനലിൻ്റെ അഭിപ്രായം. മതേതരത്വം ഒരിക്കലും ബഹുസ്വരതയ്ക്കെതിരല്ലെന്ന് ഊന്നിപ്പറഞ്ഞു കമ്മീഷൻ അധ്യക്ഷൻ BS ചൗഹാൻ. പക്ഷേ BJP പിൻവാങ്ങിയില്ല. 2019 പൊതു തെരഞ്ഞെടുപ്പിലും ഏകീകൃത സിവിൽ കോഡ് BJP പ്രകടന പത്രികയുടെ ഭാഗമാക്കി. പതിറ്റാണ്ടുകളായി BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പദ്ധതിയാണ് ഏകീകൃത സിവിൽ കോഡ്. പക്ഷേ ഇത്ര കാലമായിട്ടും മോദി ഭരണകൂടം 9 വർഷം പിന്നിട്ടിട്ടും പുതിയ സിവിൽ കോഡ് എങ്ങനെ നടപ്പിലാക്കണമെന്നത് സംബന്ധിച്ച് BJPക്ക് ഒരു വ്യക്തതയുമില്ല. അവരക്കാര്യത്തിൽ ഒരു നയരേഖയും ഉണ്ടാക്കിയിട്ടില്ല. ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ RSSനോ എന്തായിരിക്കണം സിവിൽ കോഡ് എന്ന് പറയാനുള്ള ധൈര്യമില്ല. അതെന്തുകൊണ്ടാണ്? അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ അത് ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യയിലെ ഹിന്ദുക്കളെ, ഒപ്പം വിശാല ഹൈന്ദവതയിലേക്ക് വലിച്ചടുപ്പിക്കാൻ BJP ശ്രമിക്കുന്ന ആദിവാസി ഗോത്രങ്ങളെയുമാണ്. പിന്നീടാണ് ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ഒപ്പം മുസ്ലിങ്ങളെയും അത് ബാധിക്കുക. അതായത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന നിഷ്കളങ്കർ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഏർപ്പാടല്ല ഏകീകൃത സിവിൽ കോഡ്. നോക്കൂ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നാഗാലാൻഡിലെ മനുഷ്യരുടെ ആചാരങ്ങൾക്കും നിയമപരമായ അവരുടെ ഇടപാടുകൾക്കുമെല്ലാം, അല്ലെങ്കിൽ ഭൂമി ഉടമസ്ഥാവകാശത്തിനെല്ലാം പ്രത്യേകമായ പരിരക്ഷയുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ പാർലമെൻറ്റ് പാസാക്കിയ നിയമങ്ങൾ ഒറ്റയടിക്ക് അവിടെ നടപ്പാക്കാൻ കഴിയില്ല. അതിനെല്ലാം നാഗാ നിയമസഭയുടെ പ്രത്യേക അനുമതി വേണം. മേഘാലയയിലേക്ക് പോയാൽ അവിടുത്തെ ഗോത്ര മേഖലകളിലെ പിന്തുടർച്ചാവകാശം
മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓരോ വീട്ടിലെയും അമ്മയാണ് അവിടുത്തെ സ്വത്തുവകകളുടെ എല്ലാം അധികാരി. എല്ലാ കൈമാറ്റവും മാതാവ് വഴിയാണ്. ഇന്ത്യയിലെ പൊതുവായ ഹിന്ദു ജീവിത രീതി പരിശോധിച്ചാലും നിയമവും യാഥാർത്ഥ്യവും രണ്ടു വഴിക്കാണ്. ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം നിയമപ്രകാരം കുറ്റകരമാണെങ്കിലും നമ്മുടെ നാട്ടിൽ അത് സാധാരണയാണ്. മുറച്ചെറുക്കനും മുറപ്പെണ്ണുമൊന്നും ഉത്തരേന്ത്യക്കാർക്ക് ആലോചിക്കാനാവാത്ത സംഗതിയാണ്. പറഞ്ഞു വരുന്നത്, ഏക സിവിൽ കോഡ് ഇപ്പോൾ കേൾക്കുന്ന മുറവിളികൾക്കൊപ്പിച്ച് രൂപപ്പെടുത്തിയാൽ അത് ചില്ലറ പരിക്കല്ല ഈ രാജ്യത്തിനുണ്ടാക്കുക എന്നതാണ്. ഏക സിവിൽ കോഡ് ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുകയില്ല എന്നും ആ ലക്ഷ്യത്തിന് ഏകതയല്ല സഹകരണവും യോജിപ്പുമാണ് അനിവാര്യമെന്നും RSSന്റെ സ്ഥാപക നേതാവ് ഗോൾവൽക്കർ തന്നെ 1972 അഭിപ്രായപ്പെട്ടത് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഹിന്ദു ഏകീകരണത്തിനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ഏക സിവിൽ കോഡെന്ന് RSS ആചാര്യന് അന്നേ മനസ്സിലായിട്ടുണ്ട്. ഹിന്ദു സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തവരെന്ന് അവകാശപ്പെടുന്ന BJP ഹിന്ദു സമുദായത്തിനകത്തു നിൽക്കുന്ന സിവിൽ നിയമങ്ങളെ തച്ചുടയ്ക്കുമോ? ആ ചോദ്യത്തോട് മറുപടിയില്ലാതെ മുഖം തിരിക്കും BJP. 1961 ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 231 പ്രകാരം ഹിന്ദു കൂട്ടുകുടുംബത്തെ ഒരു വ്യക്തിയായാണ് കാണുന്നത്. അതായത് എത്ര പേർ സമ്പാദിച്ചാലും ഒരാൾ നികുതി അടച്ചാൽ മതി എന്നതാണ് വ്യവസ്ഥ. ഇപ്പോഴും രാജ്യത്ത് നിരവധി കുടുംബങ്ങൾ ഈ നിയമത്തിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിൽ പൊതു നിയമവുമായി ചേർന്ന് പോകുന്നതേയില്ല ഉത്തരേന്ത്യയിലെ പല ഹിന്ദു ജാതി വിഭാഗങ്ങളിലെയും വ്യക്തി നിയമം. ഇവയെല്ലാം ഇല്ലാതാക്കുമെന്ന് പ്രസംഗിച്ച് കയ്യടി നേടാൻ പ്രധാനമന്ത്രി മോദി ധൈര്യപ്പെടുമോ എന്നതാണ് ചോദ്യം. മുസ്ലിം സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ ഇതൊരു മുസ്ലിം പ്രശ്നമാണോ എന്ന് പ്രധാനമന്ത്രി പറയണം. മുത്തലാഖ് നിരോധനം നടപ്പാക്കിയതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് ഏക സിവിൽ കോഡ് പ്രധാനമാണെന്ന് മോദി പറയുന്നത്. അതായത് ഇത് മുസ്ലിങ്ങളെ നന്നാക്കാനുള്ള എന്തോ ഏർപ്പാടാണെന്ന ധ്വനി നൽകാനാണ് മോദിയും BJPയും ശ്രമിക്കുന്നത്. അതിലെ പൊള്ളത്തരം ചോദ്യം ചെയ്യാനും നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏകീകൃത സിവിൽ കോഡിൻ്റെ ഡ്രാഫ്റ്റ് എവിടെ എന്ന് ചോദിക്കാനുമുള്ള രാഷ്ട്രീയ ബുദ്ധിയാണ് പ്രതിപക്ഷത്തിനും മത നേതാക്കൾക്കും ആദ്യം ഉണ്ടാവേണ്ടത്. അല്ലാത്ത ഏതുതരം വൈകാരിക ബഹളവും BJP അജണ്ടയ്ക്കുള്ള സഹായമായി മാത്രമേ മാറുകയുള്ളൂ. ഒരു നിയമം കൊണ്ടുവരുന്നതിന് ഏതൊക്കെ ബോഡികളിലാണോ അത് ഔദ്യോഗികമായി അവതരിപ്പിക്കേണ്ടത് അത് അവതരിപ്പിക്കണം. ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അതെല്ലാവരുമായിട്ട് ചർച്ച ചെയ്യണം. അതൊക്കെയും ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശരിയായ നിലനിൽപ്പിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും ആവശ്യമാണ്. 22ാം നിയമ കമ്മീഷൻ ഏക സിവിൽ കോഡിന്മേലുള്ള അഭിപ്രായം അറിയിക്കാൻ പൊതുസമൂഹത്തോടും ഒപ്പം മത നേതാക്കളോടും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അതിനും ഒരു വ്യക്തതയുമില്ല. ഏത് കരടിന്മേലാണ് ഏത് ആശയത്തിന്മേലാണ് അഭിപ്രായം അറിയിക്കേണ്ടത് എന്ന് എവിടെയും പറയുന്നില്ല. ഒരു വ്യക്തതയുമില്ലാതെ വായുവിൽ വിഷയം അവതരിപ്പിക്കുന്ന നിയമ കമ്മീഷൻ്റെ പിന്നാലെ ആരും അങ്ങനെ പോകുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മോദി തന്നെ ഏക സിവിൽ കോഡ് ഏറ്റെടുത്ത് രംഗത്തിറങ്ങുന്നത്. UCC is not only going to affect the Muslim community. It will affect all the communities because every community has their own customary laws. Every community has their own family laws. So if you are going to prepare a uniform civil code, it will affect all the communities. The First Law Commission categorically says that for 10 years you must not speak for UCC. They say that UCC is neither desirable nor necessary. So what compelled the present law commission to go once again into this question? ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന സംഗതി എന്ന നിലയ്ക്കാണ് ഇത് നടപ്പിലാക്കാനുള്ള ബാധ്യത BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്, ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലുള്ളത് ഏകീകൃത സിവിൽ കോഡ് മാത്രമല്ല. ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾച്ചേർത്തിരിക്കുന്ന 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ.
ഒരു ക്ഷേമരാഷ്ട്രമായി മാറുക എന്ന സ്വപ്നത്തിലേക്ക് ഭരണകൂടം വെച്ചു പുലർത്തേണ്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം, അതെന്തൊക്കെ ആയിരിക്കണമെന്ന നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. സാമ്പത്തിക, സാമൂഹ്യ, നിയമ, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര ബന്ധ മേഖലകളെയെല്ലാം സ്പർശിക്കുന്ന വിശാലമായ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. അതിൽ മറ്റെല്ലാം അവഗണിച്ച് 44-ാം അനുച്ഛേദം മാത്രം വേർതിരിച്ചെടുത്ത് നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം വെറുതെ വരുന്ന ഒന്നല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം പോലെയുള്ള പ്രധാന നിർദ്ദേശങ്ങളെ ഭരണകൂടം എത്ര കണ്ടു വില വയ്ക്കുന്നു എന്ന ചോദ്യവും അവിടെയുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതേ നിർദ്ദേശക തത്വങ്ങളിലുണ്ട്. സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുക, ഒരേ ജോലിക്ക് ഒരേ കൂലി കൊടുക്കുക, തൊഴിൽ മേഖലകളിലെ ചൂഷണം അവസാനിപ്പിക്കുക, മദ്യം നിരോധിക്കുക തുടങ്ങിയ പലതും അതിലുണ്ട്. അതിലേക്കൊന്നും കടക്കാതെ ഏക സിവിൽ കോഡിലേക്ക് മാത്രമായി ശ്രദ്ധ വയ്ക്കുന്നതിൽ ദുരുദ്ദേശവും അപകടവുമുണ്ട്. മുസ്ലിം സ്ത്രീകളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് മുസ്ലിം സ്ത്രീകളിൽ മാത്രമായി ചുരുക്കരുത്. എല്ലാ സ്ത്രീകളുടെയും അവകാശ പ്രശ്നത്തിലേക്ക് അതിനെ വികസിപ്പിക്കണം. എല്ലാവർക്കും സുരക്ഷിതമായി ജീവിക്കാനും പഠിക്കാനും ജോലി ചെയ്യാനും മാന്യമായ വേതനം നേടാനും ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കണം. അതിന് പക്ഷേ ഭരണകൂടത്തിന് ഒരുവിധ താല്പര്യവുമില്ല. ഇരട്ടത്താപ്പ് പ്രകടം. ഭരണഘടന നോക്കിയാൽ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ വകവച്ചു കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ഗോത്ര വിഭാഗങ്ങളെ പ്രത്യേക വിഭാഗമായി പരിഗണിക്കണമെന്നും സവിശേഷ പരിഗണന നൽകണമെന്നും പറയുന്ന ഭരണഘടനയെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ ഏക സിവിൽ കോഡ് നടപ്പാക്കാനൊക്കും? രാജ്യത്തെ പരശതം ഗോത്രങ്ങളെയും അവരുടെ ആചാര നിയമ വൈവിധ്യങ്ങളെയും എല്ലാവർക്കുമൊപ്പം ഒരു ചരടിൽ കോർത്തെടുക്കാമെന്ന് വിചാരിക്കുന്ന ഭരണകൂടം ഈ ബഹുസ്വര രാഷ്ട്രത്തെ ഏതു പാതാളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്? ഗോവയിൽ നടപ്പാക്കിയ ഏകീകൃത നിയമം തന്നെ എടുക്കാം. കണ്ണടച്ച് ഒറ്റ നിയമം നടപ്പിലാക്കാനൊക്കില്ലെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തന്ന സ്ഥലമാണ് ഗോവ. അവിടെ ചില ഹൈന്ദവ ആചാരങ്ങൾക്ക് ഇപ്പോഴുമുണ്ട് ഇളവും സംരക്ഷണവും. ഇപ്പോഴും അവിടുത്തെ ക്രിസ്ത്യൻ വിവാഹ നടപടികൾ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ കത്തോലിക്കരുടെ വിവാഹബന്ധം വേർപ്പെടുത്തലിന് മതകോടതിയുടെ അനുമതി മതി. എന്നാൽ മറ്റുള്ളവർ പൊതുകോടതിയെ തന്നെ സമീപിക്കേണ്ടി വരും. ഹിന്ദുക്കളിൽ ഇപ്പോഴും ബഹുഭാര്യത്വം അനുവദനീയമാണ് ഗോവയിലെ പൊതു സിവിൽ കോഡിൽ. എന്നുവെച്ചാൽ ഏക സിവിൽ കോഡ് ഉള്ളപ്പോഴും പുരുഷന് അനുകൂലമായ ഏർപ്പാടൊന്നും നിർത്താനായിട്ടില്ലെന്ന് മനസ്സിലാക്കണം. സ്ത്രീക്ക് സ്വത്ത് കിട്ടിയാലും അതിൻ്റെ പരമാധികാരി അവിടെ പുരുഷനാണ്. നടത്തിപ്പവകാശം കുടുംബത്തിലെ പുരുഷൻ്റെ കയ്യിലായിരിക്കും. ഭർത്താവിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തിൻ്റെ കാര്യമെടുത്താലും അതങ്ങേയറ്റം സ്ത്രീവിരുദ്ധം. ഭർത്താവിൻ്റെ അടുത്ത ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും അവരുടെ മക്കൾക്കും ശേഷം മാത്രമാണ് ഭാര്യ അവകാശിയാകുന്നത്. കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ഏകീകൃത നിയമത്തിന് എല്ലാവർക്കും ഒരു നിയമമെന്ന പ്രഖ്യാപിത നയത്തിൻ്റെ അടുത്തെത്താനായില്ല. നിലവിലെ ആചാരങ്ങളോടും വ്യക്തി നിയമങ്ങളോടും സന്ധി ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഏക സിവിൽ കോഡിനെ ഒരു പൊതു നിയമമെന്ന് എങ്ങനെ വിളിക്കാനൊക്കും? വ്യക്തി നിയമങ്ങളിലെ പിഴവുകൾ പരിഹരിച്ചുകൊണ്ടുള്ള നിയമമാറ്റമാണ് ആവശ്യം. അങ്ങനെ വ്യക്തി നിയമങ്ങളിലെ കുറവുകൾ പരിഹരിച്ചാൽ പിന്നെ ഏക സിവിൽ കോഡ് എന്ന ആശയത്തിന് തന്നെ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രതിഫലനമുണ്ടാക്കാൻ ശേഷിയുള്ളതാണ് ഏക സിവിൽ കോഡ് എന്ന ആശയം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിവിൽ കോഡിനെതിരെ മിസോറാം നിയമസഭ ഒരു പ്രമേയം തന്നെ പാസാക്കി. BJP സഖ്യകക്ഷിയായ മിസോറാം നാഷണൽ ഫ്രണ്ട് ഭരിക്കുന്ന നാട്ടിലാണ് ഏകകണ്ഠേന ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കപ്പെട്ടത്. അത് ചില്ലറ കാര്യമല്ല. നാഗാലാൻഡിലും വലിയ തോതിലുള്ള എതിർപ്പ് എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമോ എന്നാണ് BJP തെളിച്ചു പറയേണ്ടത്. ദിവസങ്ങൾ നീണ്ടുനിന്ന കൂലംകക്ഷമായ ചർച്ചകൾക്ക് ശേഷമാണ് ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനയുടെ ഭാഗമാകുന്നത്. ഭരണഘടനാ അസംബ്ലിയിൽ വലിയ വിയോജിപ്പുകൾ ഉയർന്നുവെങ്കിലും ഒടുവിൽ അത് നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി.
സർക്കാരുകൾ ഏകപക്ഷീയമായി ഇത് നടപ്പാക്കാൻ തുനിഞ്ഞാൽ അത് ദുരന്തമായിരിക്കും സൃഷ്ടിക്കുക എന്ന് BR അംബേദ്കർ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് 2018 നിയമ കമ്മീഷൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊന്ന് നടപ്പാക്കുക അസാധ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചത്. സുപ്രീം കോടതി തന്നെ പലപ്പോഴായി ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും അതത് കാലത്തെ സർക്കാരുകൾ അതിന് മുതിരാതിരുന്നത് നടപ്പാക്കൽ അത്രയും സങ്കീർണമായതുകൊണ്ട് തന്നെയാണ്. സുപ്രീം കോടതി പറയുന്നത് കൊണ്ട് നടപ്പിലാക്കുന്നുവെന്ന വാദവും BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നോക്കൂ, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെടാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. സർക്കാരിൻ്റെ മുന്നിലെ നിർബന്ധിത ബാധ്യതയുമല്ലാതെ ധാർമ്മികമായൊരു പ്രതലത്തിൽ നിന്നുകൊണ്ട് സർക്കാർ തീരുമാനമെടുക്കേണ്ട വിഷയം മാത്രമാണത്. ഭരണഘടനാപരമായി വലിയ സങ്കീർണത സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും ഏക സിവിൽ കോഡിലേക്കുള്ള ഏത് ചുവടുവയ്പും. കാരണം ഭരണഘടനാ തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ഏക സിവിൽ കോഡ് എന്ന വാദവും ശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം ഭരണഘടനാ അനുച്ഛേദം 25 ഉറപ്പ് നൽകിയിട്ടുള്ള മതസ്വാതന്ത്ര്യം മൗലിക അവകാശമാണ്. വ്യക്തി നിയമങ്ങൾ മിക്കതും മതവിശ്വാസവുമായി ഇഴചേർന്ന് കിടക്കുന്നതുമാണ്. 1937 മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻ ആക്ട് തന്നെ അതിനുള്ള തെളിവാണ്. മതവിശ്വാസമനുസരിച്ചും അനുഷ്ഠിച്ചും ജീവിക്കാനുള്ള അവകാശമാണ് മതസ്വാതന്ത്ര്യമായി ഭരണഘടന അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായ വ്യക്തി നിയമത്തെ മറികടക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ എതിരാവില്ലേ എന്ന ചോദ്യം അവിടെയുണ്ട്. അത് കോടതി കേൾക്കേണ്ട ചോദ്യമാണ്. ഹനിക്കപ്പെടുക ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികാവകാശങ്ങളാണ്. ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ പറയുന്നത് ഓരോ പൗരനും അയാൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം ഉൾക്കൊള്ളുവാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിളിനെ ഹനിക്കലാണ് യഥാർത്ഥത്തിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഒന്ന് മാത്രമാണ് ഏക സിവിൽ കോഡ് എന്നത് നമുക്കറിയാവുന്നതാണ്. ഏക സിവിൽ കോഡ് മൗലികാവകാശങ്ങളെക്കാൾ ഒരിക്കലും തന്നെ മുൻഗണന അർഹിക്കുന്ന കാര്യമല്ല എന്നതിനാൽ നമ്മുടെ ഭരണകൂടത്തോട് കേന്ദ്ര സർക്കാരിനോട് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള പദ്ധതികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത്. എല്ലാവർക്കുമായി ഒരു നിയമം എന്നത് ഭരണഘടന തന്നെ നിർബന്ധിക്കാത്ത ഒരു കാര്യമായി മുന്നിലുള്ളപ്പോൾ ഇന്ത്യയെപ്പോലെ ഒരു സങ്കീർണ ഭൂമികയിൽ അതെങ്ങനെ നടപ്പാക്കും? നിയമപരമായും പ്രായോഗികമായും എല്ലാം അത് തടസ്സങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ വഴി അത് നടപ്പിലാക്കാനുള്ള നീക്കം BJP നേരത്തെ ഊർജിതമാക്കിയിരുന്നത്. സംസ്ഥാനങ്ങൾക്ക് ഇത്തരം ഏകരൂപ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നിയമമന്ത്രി കിരൺ റിജിജു അന്നു പറഞ്ഞത്. അജണ്ട വളരെ വ്യക്തമാണ്. 1954 ബഹുഭാര്യത്വ നിരോധന നിയമത്തിനെതിരായ ഹർജി പരിഗണിക്കുമ്പോൾ ബോംബെ ഹൈക്കോടതി വ്യക്തി നിയമങ്ങളുടെ സാധുത ആഴത്തിൽ പരിശോധിച്ചതാണ്. വ്യക്തി നിയമങ്ങളെ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടെന്നും അവ വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെയായി ഇഴചേർന്ന് കിടക്കുന്നതാണെന്നും കോടതി കണ്ടെത്തി. മുസ്ലിങ്ങൾക്ക് ബാധകമായൊരു നിയമം ഹിന്ദുവിന് ബാധകമല്ലാത്തതിനെ വിവേചനമായി കാണാനൊക്കില്ലെന്നാണ് അന്ന് കോടതി നിരീക്ഷിച്ചത്. അവ വൈവിധ്യത്തിൻ്റെ ആരോഗ്യമാണെന്ന് പറഞ്ഞ കോടതി തുല്യതയെ എടുത്തു പറയുന്ന ആർട്ടിക്കിൾ 14-നെതിരായി അതിനെ കാണാനാവില്ല എന്നും തീർപ്പ് പറഞ്ഞു. 1962 മുഹമ്മദ് യൂനിസ് വേഴ്സസ് സയ്യുദ്ദീൻ നിസ കേസിൽ സുപ്രീം കോടതിയും വ്യക്തി നിയമത്തിൻ്റെ സാധുത അടിവരയിട്ട് പറയുന്നുണ്ട്. ഭരണഘടന പരിശോധിക്കുമ്പോഴും വ്യക്തി നിയമങ്ങളെ കൺകറന്റ് പട്ടികയിലാണ് ചേർത്തിരിക്കുന്നത് എന്നു കാണാം. അതായത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ പങ്കാളിത്തമുള്ള ഭാഗം. രാജ്യവ്യാപകമായി ഒരേ ഒരു നിയമം എന്നതാണ് ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ടതെങ്കിൽ യൂണിയൻ ലിസ്റ്റിലേക്ക് അതിനെ ചുരുക്കാമായിരുന്നു. അതല്ല അവർ ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തങ്ങളായ വ്യക്തി നിയമങ്ങളാണ് ഉള്ളത്. ഗോവയും പുതുച്ചേരിയും അടക്കമുള്ള സ്ഥലങ്ങളിലെ വിവാഹ നിയമമടക്കം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാം.
1960കളുടെ അന്ത്യം മുതൽ ഇങ്ങോട്ട് പലപ്പോഴായി ചൂടുപിടിച്ച ചർച്ചകളിലൂടെ കടന്നു വന്നതാണ് ഏക സിവിൽ കോഡ് എന്ന ആശയം. പേഴ്സണൽ ലോ മതാസ്തിത്വത്തിൻ്റെ ഭാഗമായി കാണുന്ന മുസ്ലിങ്ങൾ നിയമത്തെ എതിർത്തു പോന്നുവെന്നതാണ് ചരിത്രം. എന്നാൽ പുതിയ കാലത്ത് വ്യക്തി നിയമങ്ങൾക്കകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന വാദം ചർച്ചായോഗ്യമാണെന്ന് ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും അംഗീകരിക്കുന്നുണ്ട്. അത്തരം ഏതൊരു പരിഷ്കാരവും മുസ്ലിം സമുദായത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും അവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുകൂടി വേണം എന്നതാണ് അതിലെ അവരുടെ നിലപാട്. മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ പരിഷ്കരണം അനിവാര്യമായ ഒന്നാണെന്നതിൽ തർക്കമേതുമില്ല. അതിൻ്റെ ജന്മപ്രശ്നങ്ങളെ പരിഹരിച്ചും കാലികമായി മാറ്റം വരുത്തിയും ആധുനികമാക്കേണ്ടത് അനിവാര്യമാണ്. അന്ധമായ എതിർപ്പിനപ്പുറം ഈ വിഷയത്തിൽ സൃഷ്ടിപരമായ ആലോചനയ്ക്കും ക്രിയാത്മകമായ തിരുത്തലിനും സംഘടനാ നേതൃത്വങ്ങൾ തുടക്കം കുറിക്കേണ്ടതുണ്ട്. ഏക സിവിൽ കോഡ് എന്ന ആശയം ശക്തമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിലെ സ്ത്രീകളുടെ അവശാവസ്ഥ പരിഹരിക്കുകയല്ല സംഘപരിവാരത്തിൻ്റെ ഉദ്ദേശം. നാട്ടിലാകെയുള്ള പഴഞ്ചൻ നിയമങ്ങളെ പൊളിച്ചെഴുതി എല്ലാവർക്കും തുല്യാവകാശം സാധ്യമാക്കുക എന്നതും പരിവാരത്തിൻ്റെ അജണ്ടയല്ല. മറിച്ച് ഏകീകൃത സിവിൽ കോഡിനെ ഒരു മുസ്ലിം പ്രശ്നം മാത്രമാക്കി ചുരുക്കി അവതരിപ്പിച്ച് അതിനെ മുൻനിർത്തി വിഭജന സ്വപ്നം കാണുകയാണ് അവർ. ഇന്ത്യയെപ്പോലെ ഒരു ബഹുസ്വര രാജ്യത്ത് ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്തതാണ് ഏക സിവിൽ നിയമം. ഇനി അതിലേക്ക് പോകാനാണ് BJP ശ്രമിക്കുന്നതെങ്കിൽ എല്ലാവർക്കുമായി നടപ്പാക്കുന്ന ആ ഒരു നിയമത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം നിയമങ്ങളെ തടഞ്ഞും മറ്റുള്ളവയെ അനുവദിച്ചുകൊണ്ടുള്ളതും ആയിരിക്കുമോ? പൗരത്വ നിയമം പോലെ? അങ്ങനെയെങ്കിൽ ഇതാ ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു നിയമം എന്ന അപകട ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ നാട്. അതിൻ്റെ പല ചുവടുവയ്പ്പുകൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. UAPA നിയമ ഭേദഗതിയും BSF നിയമത്തിലെ മാറ്റവും ഭൂരജിസ്ട്രേഷൻ നിയമത്തിലെ മാറ്റവും സിവിൽ സർവീസ് ചട്ട ഭേദഗതിയുമെല്ലാം ഈ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ സൂചനകളാണ്. മുസ്ലിമിനോ ദലിതനോ ക്രിസ്ത്യാനിക്കോ അവരുടെ അസ്തിത്വത്തിനോ സ്ഥാനമില്ലാത്ത പൂർണ്ണമായും ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ രാജ്യമാണ് സംഘപരിവാരത്തിൻ്റെയും അതിൻ്റെ ആചാര്യന്മാരുടെയും സ്വപ്നം. ഒന്നുകിൽ ഹൈന്ദവതയിൽ അലിഞ്ഞു ചേരുക, അല്ലെങ്കിൽ രാജ്യം വിടുക എന്ന് പ്രഖ്യാപിച്ച ഗോൾവൽക്കറിൻ്റെ സ്വപ്ന ഭാരതത്തിലേക്കുള്ള വഴിയാണ് ചരിത്ര പുനർനിർമ്മാണവും സിവിൽ കോഡും പാഠ്യപദ്ധതി മാറ്റിമറിക്കലുമെല്ലാം. അതിനെ തെളിച്ചത്തോടെ കാണാനും ശരിയായ മാർഗത്തിലൂടെ പ്രതിരോധിക്കാനും നമ്മുടെ മതനിരപേക്ഷ മണ്ണിന് കഴിയണം. ഇക്കാര്യത്തിൽ കോടതികൾക്ക് പോലും സവിശേഷ ഉത്തരവാദിത്തമുണ്ട്. തികച്ചും നിഷ്കളങ്കമായി ഏക സിവിൽ കോഡ് എന്ന ആശയത്തെ സമീപിക്കുന്ന കോടതികളുടെ നിലപാടും അപക്വമാണ്. നിലപാട് പൂർണ്ണമാകുന്നു. നമസ്കാരം.